90.8 FM. ഇത് മലയാളത്തിന്റെ മധുര തരംഗം. ജൻവാണി, ശ്രോതാക്കളുടെ പ്രിയവാണി. ഗവൺമെന്റ് LP സ്കൂൾ പന്തക്കലിലെ തേൻമൊഴി റേഡിയോ ക്ലബ് കൂട്ടുകാർ അവതരിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇത് ആഗസ്റ്റ് മാസം, സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതകാലം. ഭാരതമാകെ ആഘോഷവേളയിലാണ്. ഞാൻ ഷൈജിത്ത്, പന്തക്കൽ ഗവൺമെൻറ് LP സ്കൂൾ തേൻമൊഴി റേഡിയോ ക്ലബ് കോർഡിനേറ്റർ. ഇന്ന് നമ്മുടെ റേഡിയോ ക്ലബിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതകാല ആഘോഷവേളയിൽ ഈ പരിപാടി നിങ്ങൾക്കേവർക്കുമായി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് നമ്മുടെ മാതൃഭൂമിയുടെ അഭിമാന ദിനം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ മഹത്തായ നാൾ. സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വമോർക്കാനും ദേശസ്നേഹം വിളിച്ചോതാനും ഇന്ന് ഞങ്ങൾ GLPS പന്തക്കൽ സ്കൂളിലെ തേൻമൊഴി റേഡിയോ ക്ലബിലെ കുട്ടികൾ ഒരുക്കുന്ന പ്രത്യേക സ്വാതന്ത്ര്യദിന പരിപാടികളിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അഭിമാനവും ദേശസ്നേഹത്തിൻ്റെ ചൂടും നിറഞ്ഞ ഈ ദിനത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ താളങ്ങൾ സ്പന്ദിക്കുന്ന ഒരു മനോഹര ദേശഭക്തിഗാനം അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ആ ഭാവുകത്വം നിറഞ്ഞ ദേശഭക്തിഗാനം ശ്രവിക്കാം. അവതരിപ്പിക്കുന്നത് സോയ മെഹറിൻ, സൈനബ സൈറ, ഫാത്തിമ ഷൻസ മർസിൻ, പാർവണ, പാർവതി റോഷിദ്, മെഹറിൻ ആയിഷ, വരലക്ഷ്മി, നീഹ മനോജ്, മറിയം ബിന്ത് കാസിം. ഇത് എൻ്റെ രാജ്യം. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരത്വ ചിന്തയാൽ പുലർന്നിടുന്ന ഭാരതം, പെരുമേറും പൈതൃകത്തിൻ നാടിനല്ലോ ഭാരതം. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരത്വ ചിന്തയാൽ പുലർന്നിടുന്ന ഭാരതം, പെരുമേറും പൈതൃകത്തിൻ നാടിനല്ലോ ഭാരതം. ദേശ ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. നൂറ് നൂറ് ചിന്തകൾ, നൂറ് നൂറ് ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്രസാഗരം. നൂറ് നൂറ് ചിന്തകൾ, നൂറ് നൂറ് ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്രസാഗരം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സി ബുദ്ധ ജൈനനും തോള് ചേർന്ന് അഭിരമിച്ച നാടിനല്ലോ ഭാരതം. ദേശ ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. പിടിച്ചവച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, മനം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. പിടിച്ചവച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, മനം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമാ, പിടഞ്ഞു വീണ് ചാകിലും മനസ്സലൊന്നു മാത്രമാ. ദേശ ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. വിഷം വിതച്ചു കലുഷമാകും ദുഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്ന് പാരിലാകെ പൂമണം പരത്തണം. വിഷം വിതച്ചു കലുഷമാകും ദുഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്ന് പാരിലാകെ പൂമണം പരത്തണം. കരം പിടിച്ചു ചേർന്ന് നിന്ന് നാടിനെ നയിക്കണം, മൂകത വെടിഞ്ഞ് നമ്മളൊന്നു ചേർന്ന് പാടണം. ദേശ ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരത്വ ചിന്തയാൽ പുലർന്നിടുന്ന ഭാരതം, പെരുമേറും പൈതൃകത്തിൻ നാടിനല്ലോ ഭാരതം.
Let us now listen to an inspiring Independence Day speech. Here is our Fatima Shensa Marsin to share her thoughts with us. Good morning, Janwani listeners. I wish you all a very happy Independence Day. Today we celebrate the 79th Independence Day of our India. We got freedom from the British on the 15th of August 1947. We won freedom after a hard struggle. Many freedom fighters lost their lives. On this day of 1947, our first Prime Minister Pandit Jawaharlal Nehru unfurled the national flag at the Red Fort for the first time. And the people of India celebrate this day with great joy. On this day, we take a pledge to safeguard our freedom. We should always love our country and the people. We should serve our society. Happy Independence Day. Jai Hind. ഈ പ്രൗഢിയും സന്തോഷകരവുമായ അവസരത്തിൽ നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ പടവുകൾ സാഹസവും ത്യാഗവും നിറഞ്ഞ ഒരു കഥയിലൂടെ യാത്ര ചെയ്യാം. ഇപ്പോൾ നിങ്ങളോടൊപ്പം പാർവണ. കഥ സ്വാതന്ത്ര്യത്തിന്റെ നാൾവഴികൾ. സ്വാതന്ത്ര്യത്തിൻ്റെ നാൾവഴികൾ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഇന്ത്യക്കാരായ നാം എല്ലാവരും ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ നാൾവഴികളിലൂടെ കടന്നു പോകാനുള്ള ഒരു കഥയുമായാണ് ഞാൻ വന്നത്. പണ്ട് ഒരു 400-500 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ പൈസയും സ്വർണവും അരിയും ഗോതമ്പും കുരുമുളക് ഏലം അങ്ങനെ വേണ്ടതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാരറിഞ്ഞു? അങ്ങ് ദൂരെ ഇംഗ്ലണ്ടിലുള്ള ഇംഗ്ലീഷുകാരറിഞ്ഞു. ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, ഒരുപാട് സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞ നാടാണ് എന്നൊക്കെ. അവരെന്താ ചെയ്തത് എന്നറിയോ? കുറേ ഇംഗ്ലീഷുകാർ അവിടുന്ന് കപ്പലിൽ കയറി ഇന്ത്യയിലോട്ട് വന്നു. ഇവിടെ വന്നു നോക്കുമ്പോൾ ഇന്ത്യ നല്ല ഭംഗിയുള്ള നാട്. അവർ എന്തു ചെയ്തെന്ന് അറിഞ്ഞോ? നമ്മുടെ രാജാക്കന്മാരുടെ അടുത്ത് ചെന്ന് അവരുമായി കൂട്ടുകൂടി. അവർ പറഞ്ഞു, നമുക്ക് കച്ചവടം ചെയ്യാം. ഇന്ത്യയിലുള്ള നല്ല സാധനങ്ങളെല്ലാം ഇംഗ്ലണ്ടിലോട്ടും ഇംഗ്ലണ്ടിലെ നല്ല സാധനങ്ങളെല്ലാം ഇന്ത്യയിലോട്ടും കൊണ്ടുവരാമെന്ന്. രാജാക്കന്മാർ സമ്മതിച്ചു. അങ്ങനെ കുറേ കാലം നല്ല രീതിയിൽ കച്ചവടം നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇംഗ്ലീഷുകാരുടെ വിധം മാറി. അവർ പതുക്കെ ഇന്ത്യയെ പിടിച്ചെടുക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ ആർക്കും ഒന്നിലും ഒരു അവകാശവുമില്ല, ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ? നമ്മുടെ രാജാക്കന്മാർ ചെന്ന് ഇംഗ്ലീഷുകാരോട് പറഞ്ഞു, ഇങ്ങനെ ആയാൽ ശരിയാവില്ല, ഇത് നമ്മുടെ നാടാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നമ്മുടെ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചാൽ നമുക്ക് അത് ഇഷ്ടപ്പെടില്ല. ഇംഗ്ലീഷുകാർ സമ്മതിച്ചില്ല. അങ്ങനെ റാണി ലക്ഷ്മിബായി, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, പഴശ്ശിരാജ, ടിപ്പു സുൽത്താൻ അങ്ങനെ വലിയ ധീരന്മാരായ രാജാക്കന്മാർ എന്ത് ചെയ്തെന്നോ? ഇംഗ്ലീഷുകാരെടുത്ത് യുദ്ധത്തിന് പോയി. പക്ഷേ ഈ ഇംഗ്ലീഷുകാരുണ്ടല്ലോ, അവരെയെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ പതുക്കെ ഇന്ത്യ മുഴുവനും അവർ കൈയടക്കി. പാവം ഇന്ത്യക്കാർ ഒന്നിനും അവകാശമില്ല. ഒരു കാര്യത്തിനും സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റാതായി. എല്ലാത്തിനും ഈ ഇംഗ്ലീഷുകാരുടെ സമ്മതം ചോദിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എല്ലാം പിടിച്ചെടുക്കുക. നിങ്ങളുടെ റൂം, നിങ്ങളുടെ പേനയെടുത്തു, ബുക്സ് എടുത്തു, നിങ്ങൾക്ക് ഒന്നും തരുന്നുമില്ല. ഇഷ്ടപ്പെടുമോ നിങ്ങൾക്ക്? അതുപോലെയായിരുന്നു ഇംഗ്ലീഷുകാർ പണ്ട് ഇന്ത്യയിൽ. അങ്ങനെ കുറേ നാൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇന്ത്യക്കാരെ ദ്രോഹിച്ചു കൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആര് വന്നു? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റുവും ബാലഗംഗാധർ തിലക് അങ്ങനെ കുറേ നേതാക്കന്മാർ വന്നു. അവർ നേരെ ചെന്ന് ഇംഗ്ലീഷുകാരോട് പറഞ്ഞു, ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ്, നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റൂ എന്ന്. ആദ്യമൊന്നും ബ്രിട്ടീഷുകാർ സമ്മതിച്ചില്ല. അവർ എന്ത് ചെയ്തെന്നറിയോ? ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഒക്കെ ജയിലിൽ കൊണ്ടുപോയിട്ടു. എന്നാലും ഇവർ പിന്മാറിയില്ല. ഇവർ വീണ്ടും ഇംഗ്ലീഷുകാരോട്, അതായത് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്തുകൊണ്ടിരുന്നു. ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്നു ദിവസങ്ങളോളം. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഇന്ത്യക്കാരും ഇവരുടെ കൂടെ കൂടി. ഗുരുവായൂർ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം അങ്ങനെ ഒട്ടനവധി സമരങ്ങളും എതിർപ്പുകളും നടത്തി.
എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഇംഗ്ലീഷുകാരോട് പറഞ്ഞു, ഇന്ത്യ നമ്മുടെ സ്വന്തമാണ്, നിങ്ങൾ ഇവിടുന്ന് എന്തായാലും പോയേ പറ്റൂ. അങ്ങനെ കുറേ കാലത്തെ സമരത്തിനു ശേഷം ബ്രിട്ടീഷുകാർ ആഗസ്റ്റ് 15, 1947 ഒരു കപ്പലിൽ ഇന്ത്യ വിട്ടുപോയി. അങ്ങനെ ഇന്ത്യ നമ്മുടേതായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അന്നു മുതൽ എല്ലാ വർഷവും ആഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഈ ദിവസം എന്നത് സ്വാതന്ത്ര്യം ലഭിച്ച സന്തോഷം ആഘോഷിക്കുക മാത്രമല്ല, നമ്മുടെ നാടിനു വേണ്ടി, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി കഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കാൻ വേണ്ടിയുള്ള ദിവസം കൂടിയാണ് ഈ ദിനം. അതുപോലെ നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുന്ന പട്ടാളക്കാരെയും ഓർക്കാനുള്ള ദിവസമാണിന്ന്. അതുപോലെ നമുക്കും നാടിനോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓൾവേസ് ബി പ്രൗഡ് ഓഫ് ദാറ്റ് വി ആർ ഇന്ത്യൻസ്. ലോകത്ത് എവിടെ പോയാലും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുക. എല്ലാ ഇന്ത്യക്കാർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്. സ്നേഹിതരെ, ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ നാം നമ്മുടെ പ്രിയപ്പെട്ട ദേശത്തിനുള്ള സ്നേഹം ഗാനത്തിലൂടെ പ്രകടിപ്പിക്കാം. ഇപ്പോൾ കേൾക്കാം സ്വാതന്ത്ര്യത്തിൻ പൊൻപൂക്കൾ. അവതരിപ്പിക്കുന്നത് ധ്യാൻഷി മിഥുൻ, ഇവ റിതുൻ, സാക്ഷി, റഗ്വൽ തിലക്, ഋഷിക, ദേവഗായത്രി രാജ്, ഇതൾ, നേദ്യ. സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രൗഢിയും ദേശസ്നേഹത്തിൻ്റെ ചൂടും നിറഞ്ഞ ഈ പ്രത്യേക ദിനത്തിൽ അധ്യാപികയും കുട്ടികളും തമ്മിലുള്ള ഒരു മനോഹര സംഭാഷണം ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കേൾക്കാം. സ്വാതന്ത്ര്യ സമര അറിവുകളുമായി ടീച്ചറും കുട്ടികളും. അവതരിപ്പിക്കുന്നത് ഫാത്തിമ ഷൻസ മർസിൻ, പാർവണ, അൻവിൻ രാജ്, മറിയം. കുട്ടികളെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം. എന്നാൽ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞാലോ? ഓക്കേ. ചോദിക്കട്ടെ, എന്നാണ് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്? ആഗസ്റ്റ് 15. അതെ. ഏത് വർഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1947. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് പറയുന്ന പേരെന്താ? ത്രിവർണ്ണ പതാക. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല എവിടെയാണെന്ന് അറിയാമോ? അറിയില്ല. പറഞ്ഞു തരാം. കർണാടകയിലെ ഹൂഗ്ലിയിലാണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാലയുള്ളത്. ചോദിക്കട്ടെ, ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ടീച്ചർ, എനിക്കറിയാം. പിംഗല്ലി. അതെ, പിംഗല്ലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട്? 13. അതെ. ഇന്ത്യൻ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡ്. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്തത് ഏത് വർഷമാണ്? 1972. അതെ. അടുത്ത കാര്യങ്ങൾ നമ്മൾക്ക് പിന്നീട് പഠിക്കാം.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം. ജൻവാണി 90.8 FM ലോകമെമ്പാടും HD ക്വാളിറ്റിയിൽ ആസ്വദിക്കാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ദിനത്തിൽ നമ്മെ ദേശസ്നേഹത്തിന്റെ പുതുചൂടിൽ മുക്കുന്ന ഒരു മനോഹര കവിതയാണ് ഇനി നിങ്ങൾക്കായി. ഇപ്പോൾ ആ പ്രചോദനാത്മക കവിത കേൾക്കാം. ആലപിക്കുന്നത് പാർവതി റോഷൻ. നമ്മുടെ ഭാരതനാട് എത്ര മനോഹര നാട്, ഗംഗാ യമുന ഗോദാവരികൾ ഗാനമുതിർക്കും നാട്, ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്, പല ഭാഷക്കാർ പല വേഷക്കാർ ഒത്തൊരുമിക്കും നാട്, ഗാന്ധി പിറന്നൊരു നാട്, ശാന്തി എഴുന്നൊരു നാട്, മൂവർണ്ണക്കൊടി പാറി നടക്കും സമത്വ സുന്ദര നാട്, അഭിമാനികളുടെ നാട്, സ്വതന്ത്ര ഭാരത നാട്, കൊള്ളക്കാരാം വെള്ളക്കാരാം തുരത്തി വിട്ടൊരു നാട്, നമ്മുടെ ഭാരത നാട് എത്ര മനോഹര നാട്, ഇതിഹാസങ്ങൾ പിറന്നു വീണൊരു പുണ്യം വഴിയും നാട്. സ്വാതന്ത്ര്യത്തിന്റെ നാൾവഴികളിലൂടെ കടന്നു പോകുവാൻ അവ നേരിട്ടല്ലെങ്കിലും വായനയുടെ ലോകത്തിലൂടെ നമുക്ക് സാധിക്കും. ഇപ്പോൾ കേൾക്കാം പുസ്തക പരിചയം. കെ തായാട്ടിന്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ. അവതരിപ്പിക്കുന്നത് നീഹ മനോജ്. പ്രിയപ്പെട്ട ജൻവാണി ശ്രോതാക്കളെ, ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. നമുക്ക് നല്ലൊരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയ്ക്ക് വിധേയമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിലെ ഭരണം നടക്കുന്നത്. ഭരണഘടനയും നിയമങ്ങളും നിർമ്മിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യവും വളരാനുള്ള അവസരങ്ങളും നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നു. പരമാധികാരമുള്ള ജനാധിപത്യ രാഷ്ട്ര എന്ന പദവി ഇന്ത്യക്ക് കൈവന്നത് 1947 ആണ്ടിൽ മാത്രമാണ്. നാം സ്വതന്ത്രരായി. 2 നൂറ്റാണ്ടോളം നീണ്ട ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നാം പൊരുതി നേടി 1947 ആഗസ്റ്റ് 15 പുലർച്ചെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായി ത്രിവർണ്ണ പതാക വാനിലുയർന്നു. ഏതൊരു ഭാരതീയൻ്റെയും അഭിമാന നിമിഷം. ഇന്ത്യയുടെ മഹത്തായ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികളിലെത്തിക്കുന്നതിന് രചിക്കപ്പെട്ട പുസ്തകമാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ. നമ്മുടെ നാട്ടുകാരനായിരുന്ന മഹാനായ സാഹിത്യകാരനും അധ്യാപകനും അധ്യാപക പുരസ്കാര ജേതാവുമായ കെ തായാട്ട് ആണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. കുട്ടികളിലെ ദേശീയബോധം തട്ടിയുണർത്താൻ മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച കൃതിയാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് ഏറിയ കൂറും ആയുധം ഉപയോഗിക്കാതെ നടത്തപ്പെട്ടു എന്നതാണ്. വിദേശീയരുടെയും നാട്ടുകാരുടെയും അക്രമത്തെ സംഘടിതമായി സഹനത്തിലൂടെ അക്രമരഹിതമായി പലപ്പോഴും സ്നേഹപൂർണമായി നേരിട്ടു ജയം നേടി എന്നതാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ മറ്റു ലോക നേതാക്കളിൽ നിന്നും ഉയർത്തി നിർത്തുന്നത്. പൂർവികർ സഹന സമരത്തിലൂടെ നമുക്ക് നേടിത്തന്ന അമൂല്യമായ സ്വാതന്ത്ര്യം നാം ജീവൻ കൊടുത്തും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് തായാട്ട് മാഷ് ഈ വിഖ്യാതമായ ഗ്രന്ഥത്തിലൂടെ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത്. ഈ പുസ്തകം ഈ സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ എല്ലാവരും വായിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രന്ഥപരിചയം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, പ്രക്ഷേപണ വൈവിധ്യങ്ങളുടെ തനിമയിൽ നമുക്കൊരുമിക്കാം ശബ്ദാവതരണങ്ങളുടെ ഈ വഴിത്താരെ. ജൻവാണി 90.8 FM. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, നിങ്ങളുടെ സേവനങ്ങൾ ചുരുങ്ങിയ ചെലവിൽ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ജൻവാണി 90.8 FM പരസ്യം ചെയ്യൂ. വിശദ വിവരങ്ങൾക്ക്
പരസ്യ പ്രക്ഷേപണ വിഭാഗം ജൻവാണി 90.8 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ പാനൂർ. ഫോൺ 8660660900. എല്ലാ ശ്രോതാക്കൾക്കും ജൻവാണി 90.8 FM സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് ആ സ്വാതന്ത്ര്യത്തിന്റെ കഥ പറയാൻ, നിങ്ങളെ ദേശസ്നേഹത്തിന്റെ വഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ പ്രത്യേക മോണോ ആക്ട് ആരംഭിക്കുന്നു. അവതരിപ്പിക്കുന്നത് സാദിക. അമ്മോ മോളെ, ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുക? അമ്മേ, ഞാൻ അവിടെ ഇരുന്ന് TV കാണായിരുന്നു. TV കണ്ണ് കേടാക്കാതെ പോയി 2 അക്ഷരം ഇരുന്ന് പടി. സർക്കാർ നമുക്ക് 10 ദിവസം തന്നിരിക്കുന്നത് പഠിക്കാനല്ല, കളിക്കാനാ. അത് ഞാൻ പഠിക്കാൻ പോണില്ല. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തേ, നാളെ എൻ്റെ അച്ഛൻ വരുമല്ലോ. ഞങ്ങൾ എന്തൊക്കെയാ കളിക്ക? ഓ, ഓളോളൊരച്ഛനും. എന്താണ് അമ്മയും മോളും കൂടിയുള്ളൊരു തർക്കം? ഒന്നുമില്ല അഭിനേതാത്ത, അവൾ അച്ഛൻ വരുന്നതിന് ഗമയാ. രമേശമ്മോ നാളെ വരുമോ? ആ, ഇന്ന് വണ്ടി കയറുന്നാ പറഞ്ഞേ. ഓ, ഇന്ന് അഭിനേതാത്തിന് ഭയങ്കര സന്തോഷമില്ലാണല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല മോളെ, ഞാൻ മുറ്റടിച്ചോണ്ടിരിക്കായിരുന്നേ. ആരെണ്ടിട്ടത് വരുന്നേ? അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നിങ്ങോട്ട് അടുത്തോട്ട് വന്നേ. ഉമ്മ, ഞാൻ ഉമ്മാന്റെ മോൻ ബഷീറ. അല്ല, എന്റെ മോൻ ബഷീറാണോ? നീ ഇത് എത്രയും കാലം നീ ഇത് എവിടെയായിരുന്നു? ഇനി ഉമ്മാനെ വിട്ട് എവിടെയും പോകില്ല, ഇതെന്റെ സത്യം. ആ, അമ്മക്ക് അത് കേട്ടാ മതി. ഓ, ബഷീർ വന്നോ? ഓ അമ്മേ, ആരാമേ ബഷീർ? ബഷീറല്ല, ബഷീറിക്കാക്ക, ആബിദേത്താത്തിന്റെ ഒരേ ഒരു മോനാ. ആ, ഞാനെന്നാ പോട്ടെ, അവനവിടെ വിശന്നിരിക്കായിരിക്കും. ആ, ഈ ചെക്കൻ ഇത് എവിടെ പോയി കിടക്ക? വാതിലും തുറന്നിട്ട് വല്ല പട്ടിയോ പൂച്ചയോ കയറി വന്നാൽ ആരറിയാനാ? ഈ ചെക്കൻ ഇതെന്താ പറയണേ? യെസ് ബോസ്, നാളെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും പൊട്ടിത്തെറിക്കും. അതിലാളുകൾ ചിതറിത്തെറിക്കും. നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞോണ്ട് ഞാനവിടെ നിൽക്കില്ല, നേരെ ബാംഗ്ലൂരേക്ക്, അവിടെ നിന്ന് സിംഗപ്പൂരേക്ക്. യെസ് ബോസ്, നമ്മൾ ഓപ്പറേഷൻ ഉറപ്പായി നടക്കും. അല്ല, എൻ്റെ മോൻ ആളുകളെ കൊല്ലുന്ന ആളായിരുന്നോ? ഓൻ വരുന്നുണ്ട്. മോനെ, ഇന്ന് മോൻ ഉച്ച കഴിക്കാൻ ചോറോ ചപ്പാത്തിയോ? എനിക്കൊന്നും വേണ്ട ഉമ്മ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഉമ്മാൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കുറേ കാലത്തിന് ശേഷമല്ലേ എൻ്റെ മോൻ കഴിക്കുന്നത്. ഞാൻ പോയി ചോറെടുക്കാം. ഉമ്മ ഒരു കാര്യം പറയാം. ഉമ്മ 3ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പക്ഷെ ഉമ്മക്കൊരു കാര്യം അറിയാം, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എൻ്റെ രാജ്യമാണത്രേ. ചീ, നിർത്തടാ. നീ സ്വന്തം പെറ്റ വയറ്റിനെയും സ്വന്തം രാജ്യത്തിനെയും വെറുക്കുന്ന നീ ഇനി ഈ ലോകത്ത് വേണ്ട. ഉമ്മ കൊല്ലരുത് എന്നെ, ഉമ്മ കൊല്ലരുത്, നിന്നെ ഞാൻ കൊല്ലും. അറബിക്കടലിന്റെ തീരത്ത് മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുനഗരം, അതാണ് മാഹി. പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക പാരമ്പര്യവും ചരിത്രത്തിന്റെ മഹത്വവും എല്ലാം ചേർന്ന് മാഹിയെ അപൂർവമാക്കുന്നു. വിനോദസഞ്ചാരികളുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. ഇപ്പോൾ നമുക്ക് കൂടുതൽ അടുത്തു ചെന്ന് പരിചയപ്പെടാം മാഹിയെക്കുറിച്ച്. മാഹി സ്വാതന്ത്ര്യ സമര ചരിത്രം അവതരിപ്പിക്കുന്നത് അൻവിൻ രാജ്. മാഹി കേരളത്തിലെ ഏക കേന്ദ്രഭരണ പ്രദേശം. കോഴിക്കോട് ജില്ലയ്ക്കും കണ്ണൂർ ജില്ലയ്ക്കും ഇടയിൽ മയ്യഴിപ്പുഴയുടെ തീരത്തെ മനോഹരമായ നാട്. കേരളത്തിലാണെങ്കിലും ഇത് പുതുച്ചേരിയുടെ ഭാഗമാണ്. പണ്ട് കാലത്തെ ഒരു ഫ്രഞ്ച് കോളനിയായിരുന്നു ഈ സ്ഥലം. എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന വിഖ്യാതമായ നോവലിൻ്റെ പശ്ചാത്തലമായ മണ്ണ് ഒരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് സംസ്ഥാന നികുതികൾ ഒന്നും ബാധകമല്ലാത്തതിനാൽ സാധനങ്ങൾക്കെല്ലാം വൻ വിലക്കുറവ്. അതെന്തു തന്നെ ആയാലും കേരളത്തിനകത്തുള്ള മയ്യഴി എന്ന പ്രദേശം എങ്ങനെ പുതുച്ചേരി എന്ന ഏറെ അകലെയുള്ള കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായി എന്നറിയണ്ടേ? അതൊരു ചരിത്രമാണ്. കടലും പുഴയും ചേരുന്ന മനോഹര തീരം. അയ്യും പുഴയും ചേരുന്ന ഈ നാടിനെ പൂർവികർ അയ്യൂർ എന്ന് വിളിച്ചു. മനോഹരമായ അഴി എന്നർത്ഥമുള്ള മയ്യഴിയും ഈ അയ്യൂരിൻ്റെ ഭാഗമായിരുന്നു. കോലത്തിരിയുടെ മേൽക്കോയ്മ അംഗീകരിച്ചിരിക്കുന്ന കടത്തനാട്ട് രാജാവായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. വടകര വാഴുന്നോർ എന്ന് ജനങ്ങൾ ഇവരെ വിളിച്ചു. മയ്യഴിപ്പുഴയെയും
അറബിക്കടലിനെയും വകഞ്ഞുമാറ്റി ഈ നാടിൻ്റെ ചരിത്രം ഗതി മാറ്റി ഒഴുകിത്തുടങ്ങിയത് 1721 കുരുമുളകും ഏലവും തേടി ഫ്രഞ്ചുകാർ മയ്യഴിയുടെ തീരം തൊടുന്നതോടെയാണ് തലശ്ശേരിയിലും പുന്നോലിലും ഇംഗ്ലീഷുകാരോട് എതിരിട്ട് പരാജയപ്പെട്ട് ഫ്രഞ്ചുകാർക്ക് മയ്യഴിയുടെ തീരം ശക്തി നൽകി. 1722 വടകര വാഴുന്നൂരുടെ അനുമതിയോടെ ഫ്രഞ്ചുകാർ ഒരു കോട്ടയും പാണ്ഡികശാലയും മയ്യഴിയിൽ പണിതു. ചെറുകല്ലായിലായിരുന്നു അത്. സെന്റ് ജോർജ് ഫോർട്ട് എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ കോട്ട നശിച്ചെങ്കിലും അതിൻ്റെ അവശിഷ്ടം മാളിയമ്മേൽ പറമ്പിൽ കാണാം. ഫ്രഞ്ചുകാരുടെ അധീനതയിലുള്ള ജനങ്ങളെ അവർ ഫ്രഞ്ച് പൗരന്മാരായാണ് പരിഗണിച്ചിരുന്നത്. മയ്യഴിയിലെ ജനങ്ങളെയും അവർ ഫ്രഞ്ച് ജനത എന്നാണ് വിളിച്ചിരുന്നത്. ജനങ്ങളുമായി അവർ നല്ല സൗഹൃദം ആരംഭിച്ചു. അങ്ങനെ മയ്യഴി പതുക്കെ മലയാളം പറയുന്ന ഫ്രഞ്ചുകാരുടെ സ്ഥലമായി മാറി. രാജ്യമെങ്ങും ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനത പോരാട്ടം നടത്തുമ്പോൾ മയ്യഴിയിലും ചില ജനങ്ങൾ പോരാട്ടം നടത്തിയിരുന്നു. ദക്ഷിണേന്ത്യയിലുള്ള ഫ്രഞ്ച് അധീനതയിലുള്ള മറ്റു 4 പ്രദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ പുതുച്ചേരി, കാരയ്ക്കൽ, ആന്ധ്രാപ്രദേശിലെ യാനം എന്നീ പ്രദേശങ്ങളും ഫ്രഞ്ച് അധീനതയിലായിരുന്നു. ഇന്ത്യക്ക് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഈ പ്രദേശങ്ങളിൽ ഫ്രഞ്ച് അധീനവേശം തുടർന്നു. 1948 ഒക്ടോബർ 21 മയ്യയിലെ മേരി ആപ്പീസ് ഇന്ത്യൻ അനുകൂലികൾ ആക്രമിച്ചു. അന്ന് തന്നെ രാത്രി 9 മണിക്ക് പോലീസ് സ്റ്റേഷൻ പിടിച്ചടക്കി. 10 മണിക്ക് മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവും പിടിച്ചടക്കി. 1948 ഒക്ടോബർ 22 ഫ്രഞ്ച് പതാക താഴ്ത്തി ഇന്ത്യൻ പതാക ഉയർത്തി. ഒക്ടോബർ 26 ഫ്രഞ്ച് കപ്പൽ മയ്യയിൽ നങ്കൂരമിട്ടു. ഒക്ടോബർ 28 ഫ്രഞ്ചുകാർ മയ്യഴിയുടെ ഭരണം തിരിച്ചുപിടിച്ചു. തുടർന്ന് വീണ്ടും ഇന്ത്യൻ അനുകൂലികൾ മയ്യഴിയെ സ്വതന്ത്രരാക്കാൻ പല ശ്രമങ്ങളും നടത്തി. ഒടുവിൽ 1954 ജൂലൈ 16 മയ്യഴി സ്വതന്ത്രമായി. 1954 നവംബർ 1 ഇന്ത്യയിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ എല്ലാം ഇന്ത്യയിൽ ലയിച്ചെങ്കിലും ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിയത് 1962 ആഗസ്റ്റ് 16 ഇന്ത്യൻ യൂണിയനിൽ എത്തിയ ഫ്രഞ്ച് കോളനികളായിരുന്ന 4 പ്രവിശ്യകൾ ചേർത്ത് പോണ്ടിച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന് അന്നത്തെ കേന്ദ്ര സർക്കാർ രൂപം നൽകി. 3 സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയെ പുതുച്ചേരി എന്ന് നാമകരണം ചെയ്തിട്ട് അധിക നാളായില്ല. ഇന്ത്യ വിട്ടൊഴിയുമ്പോൾ ഫ്രഞ്ചുകാർ ഈ നാട്ടുകാർക്ക് മറ്റൊരു വാഗ്ദാനം കൂടി നൽകിയിരുന്നു. തങ്ങളുടെ പൗരന്മാരായി തുടരാനുള്ള അവകാശമായിരുന്നു അത്. ആ അവസരം പ്രയോജനപ്പെടുത്തി നിരവധി പേർ ഇന്നും ഈ മണ്ണിൽ ജീവിക്കുന്നുണ്ട്. 3 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായി 100 കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള 4 പ്രദേശങ്ങളെ ഫ്രഞ്ച് വികാരം ഇന്നും ചേർത്ത് നിർത്തുകയാണ്. അതിലെ ഒന്നാണ് മാഹി എന്ന് വിളിക്കുന്ന സ്വന്തം മയ്യഴി. ഈയൊരവസരത്തിൽ മാഹിക്ക് സ്വാതന്ത്ര്യം നേടാൻ പരിശ്രമിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളായ ഉസ്മാൻ മാസ്റ്റർ, IK കുമാരൻ മാസ്റ്റർ, NC കണ്ണൻ, അമ്മഞ്ചേരി ഭാസ്കരൻ മാസ്റ്റർ, പാറേമൽ കേശവൻ, VN പുരുഷോത്തമൻ എന്നിങ്ങനെ ഒട്ടേറെ മഹത് വ്യക്തികളെ നമുക്ക് ഓർക്കാം. നന്ദി, നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും ജൻവാണി 90.8 FM-ന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. On this special occasion of Independence Day, let us reflect on the bravery and dedication of those who fought for our nation's liberty. Now, let's welcome Dianshi Mithun, who will share a heartfelt Independence Day speech. Good morning, everyone. My name is Dianshi. Today is 15th August and we are celebrating 79th Independence Day. At first, I wish you all a very happy Independence Day. Independence Day is the most important day for India. On this day in 1947,
India got freedom from the British rule after long years of slavery. Our great freedom fighters devoted their whole life for the independence of our country. So we must respect all of them. Today we are so lucky that we live in an independent country. Thank you. അടുത്തതായി സ്വാതന്ത്ര്യദിനത്തെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന പ്രസംഗം കേൾക്കാം. നമ്മുടെ മനസ്സുകളിൽ ദേശസ്നേഹത്തിന്റെ തീരം തീർക്കുന്ന നമ്മുടെ കടമകൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ആ വാക്കുകൾ ശ്രവിക്കാം. അവതരിപ്പിക്കുന്നത് മറിയം ബിൻത് കാസിം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗുരുജനങ്ങളെ, പ്രിയ സഹപാഠികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. മനോഹരമായ ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് 2 വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യ എന്ന മഹത്തായ ഈ രാജ്യത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ബഹുവിധ വർണ്ണങ്ങളിൽ വിടർന്നു പരിലസിക്കുന്ന പൂക്കൾ, പല വലുപ്പത്തിലുള്ളവ, വ്യത്യസ്ത സുഗന്ധങ്ങൾ വമിക്കുന്നവ. ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് ഈ വൈവിധ്യമാണ്. അതെ, ഭാരതം ഒരു പൂന്തോട്ടമാണ്. വ്യത്യസ്ത ഭാഷകൾ, വേഷങ്ങൾ, അനേക ജാതികൾ, മതങ്ങൾ, വർഗങ്ങൾ. ഒരു മാലയിലെ മുത്തുകളെ പരസ്പരം കോർത്തു നിർത്തുന്ന ചരട് ഏതാണ്? മഹത്തായ പുരാതന ഭാരത സംസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല. സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംസ്കാരം. ബുദ്ധൻ്റെയും ഗാന്ധിയുടെയും വിവേകാനന്ദൻ്റെയും പാരമ്പര്യം. സംസ്കാരത്തിൻ്റെ ഈ മഹാപ്രവാഹത്തിൽ നിന്നും ഒരു കുമ്പിൾ വെള്ളം നമുക്ക് കോരിക്കുടിക്കാം. ഹൃദയം കുളിർക്കട്ടെ, ദിശണ തെളിയട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ജൻവാണി 90.8 FM ശബ്ദപ്രക്ഷേപണത്തിന്റെ നാട്ടുപൊലിമയിൽ കേരളക്കരയുടെ കൊടിയടയാളം. ജൻവാണി 90.8 FM റേഡിയോ കേൾക്കാനായി ലോഗിൻ ചെയ്യൂ www.janvanifm.com. എല്ലാ ശ്രോതാക്കൾക്കും ജൻവാണി 90.8 FM സ്വാതന്ത്ര്യദിന ആശംസകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാമെല്ലാം സ്വപ്നം കാണാറില്ലേ? ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ സ്വപ്നം കാണാറുണ്ട്. ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നമാണ് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനം. അത്തരത്തിൽ നമ്മുടെ മഹാത്മാഗാന്ധി കണ്ട സ്വപ്നത്തിൻ്റെ ഫലമായാണ് അഹിംസയും ക്രമവുമില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്ത്യ രൂപപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിനു ശേഷം 79 വർഷം പിന്നിടുന്ന ഈ വേളയിൽ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് പരിശോധിക്കാനായി ഗാന്ധിജി തന്നെ വന്നാലോ? അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു റേഡിയോ നാടകം 2025 ഗാന്ധിയുടെ സന്ദർശനം, എ വിസിറ്റ് ഓഫ് ഗാന്ധി ഇൻ 2025. അത് നമ്മുടെ ബാപ്പുജിയല്ലേ ആ നടന്നു വരുന്നത്? അതെ അതെ, എന്നാ വാ നമുക്കൊന്ന് പോയി നോക്കാം. ബാപ്പുജി, ബാപ്പുജി എങ്ങോട്ടാ? ഞാൻ ഓരോ ഗ്രാമങ്ങളും സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. 1948 പോയിട്ട് പിന്നെ എപ്പോഴാണോ അങ്ങ് തിരിച്ചു വരുന്നത്? തിരിച്ചു വരണമെന്ന് കരുതിയതല്ല. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇതാണോ ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ? അഹിംസയിലൂന്നിയ സത്യാഗ്രഹ മുറയല്ലേ ഞാൻ ലോകത്തിന് കാട്ടിത്തന്നത്? ഞാൻ നടന്നു വരുമ്പോൾ കുട്ടികളെ നിങ്ങൾ പത്രം വായിക്കുകയായിരുന്നില്ലേ? എന്താണ് ഇന്നത്തെ പത്രത്തിലെ വാർത്തകൾ? പീഡനത്തിന്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, അക്രമം, അഴിമതി, കള്ളക്കടത്ത്, ഇങ്ങനെ കുറേ വാർത്തകൾ. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ നാം ദുരുപയോഗം ചെയ്യുകയാണ്. പരസ്പര സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കേണ്ട നാം അവനവന്റെ സന്തോഷത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായി മാറിയിരിക്കുന്നു. ഇതിന്റെ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്നതോ പാവപ്പെട്ടവരും. ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ വളരെ ഭയാനകരമാണ്. സമ്പന്നരെന്നും സമ്പന്നർ, ദരിദ്രരെന്നും ദരിദ്രർ. ഇതിനൊരു മാറ്റം വരണ്ടേ? ഇന്ത്യയുടെ ഭാവി കുഞ്ഞുമക്കളിലാണെന്ന് നെഹ്റു പറയുന്നത് പോലെ നിങ്ങളാണ് നാളെയുടെ സമ്പത്ത്. അതിന് നമുക്ക് ഒരുമിച്ചൊരു പ്രതിജ്ഞ എടുക്കാം.
അനീതി വേണ്ട, അനീതി വേണ്ട, അഴിമതി വേണ്ട, അഴിമതി വേണ്ട. സ്ത്രീകളോട് മാന്യത കാണിക്കും, സ്ത്രീകളോട് മാന്യത കാണിക്കും. പാവപ്പെട്ടവനോ പണക്കാരനെന്നോ വ്യത്യാസമില്ല, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ല. നാമെല്ലാം മനുഷ്യർ, നാമെല്ലാം മനുഷ്യർ. ഭാരതാംബയിൽ പിറന്ന മക്കൾ നാം, അഭിമാനത്തിൻ പുളകിതരായവർ നാം. ഭാരതാംബയിൽ പിറന്ന മക്കൾ നാം, അഭിമാനത്തിൻ പുളകിതരായവർ നാം. ഒന്നായി നമുക്ക് അണിചേരാം, ഒന്നായി നമുക്ക് മുന്നേറാം, ഒന്നായി നമുക്ക് അണിചേരാം, ഒന്നായി നമുക്ക് മുന്നേറാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം. അടുത്തതായി കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ 4 പ്രദേശങ്ങളെ പരിചയപ്പെടാം. അവതരിപ്പിക്കുന്നത് വരലക്ഷ്മി. പുതുച്ചേരി തമിഴ്നാട് സംസ്ഥാനത്തെ കടലൂർ, വില്ലുപുരം ജില്ലകളോട് ചേർന്നുള്ള ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് പുതുച്ചേരി മേഖല സ്ഥിതി ചെയ്യുന്നത്. പുതുച്ചേരിയുടെ കടൽ തീരത്തിൻ്റെ നീളം ഏകദേശം 22 കിലോമീറ്റർ ആണ്. ഈ പ്രദേശം തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളുമായി ഇടകലർന്നിരിക്കുന്നു. ഇവിടെ താമസിക്കുന്നവരുടെ മാതൃഭാഷ തമിഴാണ്. മാഹി ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും മനോഹരവുമായ പ്രദേശമാണ്. വെറും 9 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം മാത്രം. അറബിക്കടലിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുതുച്ചേരിയിൽ നിന്ന് 640 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മയ്യഴിപ്പുഴ ഇതിലൂടെയാണ് ഒഴുകുന്നത്. കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ മാതൃഭാഷ മലയാളമാണ്. യാനം ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെ ആന്ധ്രാപ്രദേശിലെ കാക്കിനടയ്ക്കടുത്താണ് യാനം സ്ഥിതി ചെയ്യുന്നത്. പുതുച്ചേരിയിൽ നിന്ന് 870 കിലോമീറ്റർ വടക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യാനത്തിൻ്റെ ഭൂവിസ്തൃതി 30 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഗോദാവരി നദിയുടെ പോഷക നദിയായ കൊലിംഗ അതിൻ്റെ അരികിലൂടെ ഒഴുകുന്നു. സുന്ദര തെലുങ്കു ഭാഷയാണ് ഇവിടെ സംസാരിക്കുന്നത്. കാരക്കൽ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് നിന്ന് ഏകദേശം 130 കിലോമീറ്റർ അകലെയാണ് കാരക്കൽ പ്രദേശം. പുതുച്ചേരിക്ക് തെക്ക് തമിഴ്നാട്ടിലെ നാഗപട്ടണം, തിരുവാരൂർ ജില്ലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ വിസ്തീർണം 157 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇവിടെ ഉള്ളവർ തമിഴ് സംസാരിക്കുന്നു. കാരക്കൽ ശനീശ്വരൻ, അമ്മയാർ ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ടതാണ്. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ മനസ്സിലും മനോഹരമായ ഈ മണ്ണിലും ഒരുപോലെ മുഴങ്ങുന്ന ഒരു സംഗീതം, അത് ദേശസ്നേഹത്തിന്റെ സംഗീതമാണ്. ഈ ഗാനത്തിന്റെ ഓരോ വരിയിലും നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മഹാന്മാരുടെ രക്തത്തിന്റെ ചുവപ്പും ത്യാഗത്തിന്റെ സുഗന്ധവും നിറഞ്ഞിരിക്കുന്നു. ഇനി ആ മഹത്തായ ദേശാഭിമാനത്തിന്റെ സ്വരം നിറഞ്ഞു മുഴങ്ങുന്ന, നമ്മുടെ ഹൃദയം അഭിമാനത്തോടെ നിറയ്ക്കുന്ന ദേശഭക്തി ഗാനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് വരലക്ഷ്മി, നീഹ മനോജ്, മറിയം ബിൻ കാസിം, സൈനബ സഹ്റ, പാർവണ ലരീഷ്. നാടിനുണരുന്നു, ജയഗീതം പടരുന്നു, സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ പകരുന്നു. ഇടനെഞ്ചിൽ വേരോടും കനലാടും ഓർമ്മകളെ, ചുടുമീനീർ പൂക്കൾ കൊണ്ടിന്നേകാം അഭിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാംബയ്ക്ക് പ്രിയമേറെ, കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ് എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാംബയ്ക്ക് പ്രിയമേറെ, കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ് എല്ലാരും. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. നോവുചിങ്ങുമീ പോർചരിതം, ത്യാഗനിർഭരം വീർചരിതം, പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നുപോയതീ സ്വാതന്ത്ര്യം. നോവുചിങ്ങുമീ പോർചരിതം, ത്യാഗനിർഭരം വീർചരിതം, പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നുപോയതീ സ്വാതന്ത്ര്യം. സ്നേഹമുകുളങ്ങൾ പൂത്തുവിടരുന്നൊരു നാടിനെ കാത്തിടാം, വിഭജനത്തിന്റെ സ്വരമുയർത്തുന്ന കളകളെ മുള്ളിൽ നുള്ളിടാം. നെഞ്ചേൽക്കാം ഭാരതം, നാടിനുണരുന്നു, ജയഗീതം പടരുന്നു, സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ
ഓർമ്മകളെ ചുരുമീഴ്നീർ പൂക്കൾ കൊണ്ടെന്നേകാം അഭിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാംബയ്ക്കു പ്രിയമേറെ, കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ് എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാംബയ്ക്കു പ്രിയമേറെ, കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ് എല്ലാരും. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ പ്രത്യേക പരിപാടിയിൽ നിങ്ങളെ ചരിത്രയാത്ര നടത്തിക്കുന്ന ഒരു മനോഹരമായ റേഡിയോ നാടകം അവതരിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓർമ്മകളും ദേശസ്നേഹത്തിൻ്റെ സന്ദേശവും മാതൃഭൂമിയോടുള്ള കടപ്പാടിൻ്റെ കഥകളും പറയുന്ന ഈ നാടകം ഓരോ ശ്രോതാവിൻ്റെയും ഹൃദയത്തിൽ അഭിമാനത്തിൻ്റെ ഒരു പുതു തീ തെളിയിക്കട്ടെ. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കേൾക്കാം സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം പകർന്നു നൽകുന്ന ഒരു സൃഷ്ടി. മക്കളെ, നിങ്ങളെല്ലാം എന്ത് കളിക്കുക? ഗെയിംസ്, വീഡിയോ ഗെയിംസ്. നിങ്ങൾ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന് അമ്മ പറഞ്ഞിന്. ഇന്ന് സ്കൂളില്ല. ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമല്ലേ? സ്വാതന്ത്ര്യ ദിനം ഞമ്മക്ക് ലീവാ. നമ്മക്കിന്ന് കളിയാ. അങ്ങനെ അല്ല മക്കളെ, ഇന്ന് നിങ്ങൾ സ്കൂളിൽ പോകണം. നമ്മുടെ ത്രിവർണ്ണ പതാക വാനിൽ ഉയർന്നു പറക്കുന്നത് നോക്കി സല്യൂട്ട് ചെയ്യണം. മക്കളെ കേട്ടില്ലേ? അവർ ഉപ്പ് കുറുക്കി ബ്രിട്ടനെ തുരത്തും. മുത്തശ്ശിക്ക് വട്ട. അല്ല മക്കളെ, അതാ ഏറ്റവും മുന്നിലായി ബാപ്പുജി ഉണ്ട്. എന്തൊരു ഉറച്ച കാൽവെപ്പുകളാ. മുത്തശ്ശി കളിക്കാൻ കൂടുന്ന എന്താ? രാവിലെ തന്നെ മുത്തശ്ശിയും മക്കളും കൂടി ഒരു കലപില. മാഷേ, മുത്തശ്ശി എന്തെല്ലോ കഥ പറയുന്നു. ഉപ്പം മുളകുക. അല്ല മക്കളെ, ഇന്ന് സ്വാതന്ത്ര്യ ദിനമല്ലേ? മുത്തശ്ശി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസിക പോരാട്ടത്തിന്റെ ഓർമ്മകളിലാ. പോരാട്ടമോ? അതിന് ഫൈറ്റർ ബോംബുകളല്ലേ വേണ്ടത്? മിസൈലുകൾ. അല്ല മക്കളെ, ഗാന്ധിജി ഉപയോഗിച്ചത് മിസൈലുകളെക്കാളും ശക്തമായ ആയുധമാ, അഹിംസ. അഹിംസയോ? അതെന്താ? മാഷി പറയാം, മക്കള് കേട്ടോളൂ. വരിക വരിക സഹചരേ. വർഷം 1930. ഗാന്ധിജിയും കൂട്ടരും ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും യാത്ര ആരംഭിച്ചു. ദണ്ഡി കടപ്പുറത്തേക്കായിരുന്നു യാത്ര. 387 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. അപ്പോ അവർ ട്രെയിനിലായിരിക്കും പോയത് അല്ലേ? അത് നല്ല തമാശ. മുത്തശ്ശി, അവർ ട്രെയിനിലാണോ പോയത്? അല്ല, അത്രയും ദൂരം അവർ നടന്നു. ബ്രിട്ടീഷ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ നടന്നു. ധീരമായി അവർ നടന്നു. ഇങ്ങോട്ട് അടിച്ചപ്പം ഗാന്ധിജിയും കൂട്ടരും തിരിച്ച് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ടാകും അല്ലേ മാഷേ? ഇല്ല, സഹിച്ചു. സഹന സമരമായിരുന്നു. അതിനെയാണ് മാഷ് നേരത്തെ അഹിംസ എന്ന് പറഞ്ഞത്. ഗാന്ധിജിയോടൊപ്പം കുറെ ആളുണ്ടേനാ മുത്തശ്ശി? 78 പേർ, 24 ദിവസങ്ങൾ അവർ നടന്നു. മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ. നടന്ന് അവരുടെ കാലുകൾ പൊട്ടി ചോര ഒലിച്ചു. അടികൊണ്ട് അവരുടെ തല പൊട്ടി ചോര വാർന്നു. എന്നിട്ടും അവർ തിരിച്ചു തള്ളിയില്ല. നടന്ന് അവർ ദണ്ഡിയിലെത്തി. ഉപ്പ് കുറുക്കി. അതെന്തിനാ അങ്ങനെ ചെയ്തേ? ഉപ്പ് പേടേന്ന് കിട്ടൂലേ? കടലിൽ നിന്നും വെറുതെ കിട്ടുന്ന സാധനത്തിന് ബ്രിട്ടീഷുകാർ വലിയ പൈസ വാങ്ങി ഉപ്പ് നിയമം എന്ന് പറയും. അപ്പം ഗാന്ധിജിയും കൂട്ടരും പൈസ തരൂല എന്ന് പറഞ്ഞു അല്ലേ മാഷേ? അതന്നെ, നിയമലംഘനം. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം ലംഘിച്ച് സ്വന്തമായി ഉപ്പുണ്ടാക്കി. അതാണ് ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര. വാ, നമുക്ക് സ്കൂളിൽ പോകാം. ത്രിവർണ്ണ പതാക വാനിൽ പറന്നുയരുന്നത് കാണാം. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം വന്ദേ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് പന്തക്കൽ ഗവൺമെൻറ് LP സ്കൂൾ തേൻമൊഴി റേഡിയോ ക്ലബ് കൂട്ടുകാർ അവതരിപ്പിച്ച പ്രത്യേക സ്വാതന്ത്ര്യ ദിന പരിപാടി. ആവിഷ്കാരം നിർമ്മൽ മയ്യഴി. ശബ്ദ മിശ്രണം അനൂപ് തിരുവനന്തപുരം. സാങ്കേതിക സഹായം ടീം ജൻവാണി. സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം.